ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനം. ഭീകരവാദികളിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരുമടക്കം 7 പേർ കൊല്ലപ്പെട്ടു, 30ഓളം പേർക്ക് പരിക്കേറ്റു. അൽ ഫലാഹ് മൊഡ്യൂളിന്റെ ഭാഗമായി ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് സൂചന. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വലിയ അളവിൽ തന്നെയാണ് സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നത്. മുൻകരുതലിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചു എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതുമാത്രമല്ല, ഈ സ്ഫോടക വസ്തുക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന താപനിലയിലെ വ്യതിയാനം സ്ഫോടനത്തിൽ കലാശിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണോ ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായത്? മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി നിലവിൽ സംശയിക്കുന്നുണ്ടോ? രോഹിണി, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. സ്ഫോടനത്തിൽ നിലവിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 27 പോലീസുകാർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 3 സിവിലിയൻസിനും അങ്ങനെ 30 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ സ്ഫോടനം ഉണ്ടായത് സ്ഫോടക വസ്തുക്കൾ, ഭീകരവാദികളിൽ നിന്ന് പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ ഫോറൻസിക് വിദഗ്ധരും മറ്റും പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതേസമയം തന്നെ എല്ലാ സാധ്യതകളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. NIA അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നൽകുന്ന വിശദീകരണം, ഈ ഫോറൻസിക് വിദഗ്ധർ ഈ ഭീകരവാദികളിൽ നിന്നും പിടികൂടിയ ഈ സ്ഫോടക വസ്തുക്കൾ അത് കൃത്യമായി പരിശോധിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇത്തരത്തിൽ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ അട്ടിമറി സാധ്യതകൾ അടക്കം പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിവിൽ ഡിഫൻസ് ഫോഴ്സോ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരവാദ ആക്രമണമാണോ അല്ലെങ്കിൽ കരുതിക്കൂട്ടി നടത്തിയ അത്തരം ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ളതാണ്. അതേസമയം ഒരു സാധ്യതകളും തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ്. ഈ ഇത്തരം ഭീകരവാദ മൊഡ്യൂളുകളെ പല ഭാഗങ്ങളിലായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യത്തിലോ മറ്റോ ആണോ ഇത്തരം ഒരു സ്ഫോടനം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ഫരീദാബാദിൽ ഡോക്ടറുടെ കയ്യിൽ നിന്നും പിടികൂടിയ ഏതാണ്ട് 2900 കിലോഗ്രാം വരുന്ന അമോണിയം നൈട്രേറ്റ് ആണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് സൂചനകൾ ലഭ്യമാകുന്നത്. അതേസമയം ജമ്മു കാശ്മീരിലെ ഏതെങ്കിലും ഭാഗത്തു നിന്നും പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫരീദാബാദിൽ നടന്ന ഓപ്പറേഷന് മുന്നോടിയായി തന്നെ ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ വലിയ പരിശോധനകൾ നടത്തിയിരുന്നു. അവിടെ നിന്ന് ചില സ്ഫോടക വസ്തുക്കളും മറ്റും പിടികൂടിയിരുന്നു. ആ സ്ഫോടക വസ്തുക്കളാകാം പൊട്ടിത്തെറിച്ചത് എന്നുള്ള നിഗമനവുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കൃത്യമായ വിശദീകരണം നൽകുന്നില്ല. അതായത് എവിടെ നിന്നും പിടികൂടിയ സ്ഫോടക വസ്തുവാണ് ഈ പൊട്ടിത്തെറിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു എന്നുള്ളത് മാത്രമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഇപ്പോൾ രാവിലെ സ്ഥലത്ത് പരിശോധന നടത്തിയാണ്. ഈ പ്രദേശമാകെ ഇപ്പോൾ ഹൈലി സെക്യൂരിറ്റി ആണ്. അതായത് കൂടുതൽ സേനാ വിഭാഗങ്ങളെ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ച് അവിടെ കൂടുതൽ ഇപ്പോൾ ബന്ദോബസ്താക്കിയിരിക്കുകയാണ്. അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണം ശേഷം മാത്രമേ കൃത്യമായ ഒരു വിവരം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നന്ദൻ, അതോടൊപ്പം സാധാരണ രീതിയിൽ ഇത്തരം പരിശോധനകൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാറുണ്ടല്ലോ. ഇത് 2900 അമോണിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അളവ് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അബദ്ധം പിണഞ്ഞത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിന്മേൽ ഏതു രീതിയിലാണ് പരിശോധന നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ചില പ്രാഥമിക വിലയിരുത്തലുകൾ ഏതെങ്കിലും തരത്തിൽ വരുന്നുണ്ടോ, ലഭ്യമാകുന്നുണ്ടോ നമുക്ക്? നിലവിൽ ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരമൊരു പൊട്ടിത്തെറി നടന്നു. ആ പൊട്ടിത്തെറി ഈ ഭീകരവാദികളിൽ നിന്നും പിടികൂടിയ സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടക വസ്തുക്കൾ ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുകയായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഇവർ മറ്റൊരു റാക്കിലേക്ക് ഈ സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നതിനിടയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം അട്ടിമറി സാധ്യതകൾ പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പലതുണ്ട്. അതായത് ഇത്തരം ഭീകരവാദ ശക്തികൾ പല കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് വൈറ്റ് കോളർ ടെററിസം എന്ന് തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള അട്ടിമറിയാണോ എന്ന്
എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നൗഗാം പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ വലിയ രീതിയിൽ വലിയ സുരക്ഷയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഇത്തരമൊരു പൊട്ടിത്തെറി സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായി പുറത്തു നിന്നും ഒരാൾക്ക് എത്തി ഇത്തരമൊരു ആക്രമണം നടത്താൻ സാധിക്കില്ല. ഉള്ളിൽ നിന്നും ആരെങ്കിലും ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റോ ഇത്തരം അട്ടിമറി നടത്തുവാൻ വേണ്ടി തുനിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വളരെ സുസൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വസ്തുവാണ്, സ്ഫോടക വസ്തു. അതുകൊണ്ട് തന്നെ അതിൽ ഏത് തരത്തിലുള്ള ഭാഗപ്പിഴവാണ് ഈ അന്വേഷണ സംഘത്തിന്, ഫോറൻസിക് വിദഗ്ധർക്ക് മറ്റും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഈ കൊല്ലപ്പെട്ടവരിൽ ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്, അതേപോലെ തന്നെ പോലീസുകാർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള കൃത്യമായ ഒരു പരിശോധന തന്നെയാണ് നടക്കുന്നത്. അതായത് അട്ടിമറികൾ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടെങ്കിൽ അത് ഏത് ഭീകര സംഘടനയുടെ ഭാഗത്തു നിന്നുമാണ്, ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വെളിവാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചത് ആണ് എന്നുള്ള അത്തരം ഒരു രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചില സൂചനകൾ നൽകുന്നത്. അതേസമയം പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ്. വിവിധ ഏജൻസികൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവിധ ഏജൻസികളുടെ ഫോറൻസിക് വിദഗ്ധരും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാരാമിലിറ്ററി ഫോഴ്സിന്റെ, CRPF-ന്റെ ആയാലും BSF-ന്റെ ആണെങ്കിലും ഒക്കെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട്. അതേപോലെ തന്നെ പോലീസിന്റെ പ്രത്യേക സംഘവും അവിടെയുണ്ട്. ആന്റി ടെറർ സ്ക്വാഡ്, ജമ്മു കാശ്മീർ പോലീസിന്റെ ആന്റി ടെറർ സ്ക്വാഡ് ഇപ്പോൾ പ്രദേശത്ത് പരിശോധന നടത്തി വരികയാണ്. നിലവിൽ ഇപ്പോൾ ഈ അട്ടിമറി സാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരം സൂചനകൾ ഇല്ല എന്നുള്ളത് പുറത്തേക്ക് വരുന്നു. അതേസമയം കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നുള്ളതും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. ശരി നന്ദൻ, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ശ്രീനഗറിലെ നൗഗാം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഭീകരവാദികളിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും അടക്കം 7 പേരാണ് കൊല്ലപ്പെട്ടത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അൽഫലാഹ് മൊഡ്യൂളിന്റെ ഭാഗമായി ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.